الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ മുഹറം മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൽ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അല്ലാഹുവിന്റെ അരികിൽ അവൻ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖയിൽ മാസങ്ങളുടെ എണ്ണം 12. മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രത നൽകിയതാണ്, പവിത്രത നൽകപ്പെട്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദാലിക ദീനുൽ ഖയ്യിം, മതവിശ്വാസം എന്ന് പറയുന്നത്. ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ആ മാസത്തിൽ ആരെങ്കിലും സാക്ഷികളായി അതിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ നിങ്ങളോട് അക്രമം ചെയ്യരുത്, തെറ്റുകൾ ചെയ്തു പോകരുത്. ഈ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ മാസങ്ങളുടെ എണ്ണം 12 നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അതിൽ 4 പ്രത്യേകത നൽകി, പവിത്രത നൽകി അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്നുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണത്തിനിടയിൽ സൂചിപ്പിച്ച ഒരു കാര്യം,
ഇന്ന സമാന ഖദ് ഇസ്തദാറ കൈഹതിഹി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്. കാലം കറങ്ങി തിരിഞ്ഞ് പല വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലുമൊക്കെയായി വന്ന് ഇന്നിതാ അതിന്റെ യഥാർത്ഥത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സനത്തു 12 ശഹ്റൻ, വർഷത്തിൽ മാസങ്ങൾ 12 മിൻഹാ അർബഅത്തുൽ ഹുറും, അതിൽ 4 ഹുർമത്തുള്ള പവിത്രതയുള്ളതാണ്. എന്നിട്ട് ഏതാണ് 4 എന്ന് വിശദീകരിച്ചു. സലാസുൻ മുതവാലിയാത്ത്, അത് തുടരെ വരുന്ന 3 മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മാസം, ഈ മാസം, ഇനി വരാനുള്ള മുഹറം മാസം. വറജബ് മുദർ, വറജബുൽ മുദർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ. ജാഹിലിയത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളായിരുന്നു മുദർ, റബീഅ ഗോത്രങ്ങൾ. അവരും ജാഹിലിയ കാലത്ത് അറബികളും ഈ മാസങ്ങളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. ആ കൂട്ടത്തിൽ ഒന്ന് റജബാണ്. റജബ്, മുദർ ഗോത്രവും റബീഅ ഗോത്രവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. റജബ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ പറയുന്ന റജബാണോ അതല്ല റമദാനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുദർ ഗോത്രം പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന എണ്ണുന്ന റജബ് തന്നെയാണത്. അപ്പൊ ഈ 4 മാസങ്ങളാണ് പവിത്രമാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസം എന്ന നിലക്ക് റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കപ്പെട്ട മാസമായി മറ്റു സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുമുണ്ട്. ഏതായിരുന്നാലും മുഹറവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ഹസനുൽ ബസറി റഹിമഹുല്ലാഹ് താബിഈകളിൽ പ്രധാനപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകം കാണാം, ഇന്നല്ലാഹ തആല ഇഫ്തതഹ അസ്സന ബിശഹ്രിൽ ഹറാം, ബിശഹ്രിൽ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ ആരംഭം കുറിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയത് ഒരു പവിത്ര മാസം കൊണ്ടാണ്. അറബ് മാസം അല്ലെങ്കിൽ ഹിജറ വർഷം ആരംഭിക്കുന്നത് മുഹറം കൊണ്ടാണ്. നമുക്കറിയാം, മുഹറം അവിടുന്ന് അങ്ങോട്ടാണ് അറബി മാസം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ബിശഹ്രിൽ ഹറാം ഹൈ ദുൽഹിജ്ജ, അതിന്റെ അവസാനം അതും അല്ലാഹു പവിത്രമാക്കിയ ഒരു മാസമാണ്. ദുൽഹിജ്ജ കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഫലൈസ ശഹ്റുൻ ഫിസ്സനതി ബഅദ ശഹ്രി റമദാൻ അഅലമു ഇൻദല്ലാഹി മിനൽ മുഹറം. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, ഒരു മാസം എന്ന നിലക്ക് റമദാൻ കഴിഞ്ഞാൽ മുഹറത്തോളം പവിത്രതയുള്ള ഒരു മാസമില്ല. ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, പക്ഷെ ഒരു മാസം എന്ന നിലക്ക് ഒന്നിച്ചെടുത്താൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസം മുഹറമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകുകയും ആദരിക്കുകയും ചെയ്ത ഏതു കാര്യമാവട്ടെ അതിനെയൊക്കെ ആദരിക്കുക, ബഹുമാനിക്കുക, ആ രൂപത്തിൽ സമീപിക്കുക എന്നുള്ളത് തഖ്വയുടെ ഈമാനിന്റെ ഭാഗമാണ്. സൂറത്ത് ഹജ്ജിൽ അല്ലാഹു പറയുന്നത് കാണാം, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, മതത്തിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ്. മറ്റൊരു വചനത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കരുത്. മതത്തിന്റെ ചിഹ്നമായി പരിഗണിക്കുന്ന ഒന്നിനെയും അനാദരിക്കാൻ പാടില്ല. കൂടുതൽ പറഞ്ഞു, വലൽ ശഹ്റുൽ ഹറാം, പവിത്രമായ മാസങ്ങളെയും അതിനോട് നിങ്ങൾ അനാദരവ് കാണിക്കരുത്. സൂറത്ത് തൗബയിലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് എന്ന ആയത്ത് അതിങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫലാ തുദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ഫലാ തുദ്ലിമു, അതിൽ അക്രമം ചെയ്യരുത്, ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളോട് തന്നെ ആ മാസത്തിൽ അക്രമം ചെയ്യരുത്. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇമാം തബരി തുടങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകൾ ഇമാം ഖതാദയിൽ നിന്ന്, അഥവാ താബിഈകളിൽപ്പെട്ട മഹാനായ പണ്ഡിതനിൽ നിന്നും ധരിക്കുന്ന ഒരു ഉദ്ധരണി കാണാം. അവിടെ അദ്ദേഹം പറയുന്നത്, ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും, ഇങ്ങനെയുള്ള പവിത്രമായ മാസങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയത,
ഇങ്ങനെയുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് അത് വഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭാരമായി, വലിയ തെറ്റായി അള്ളാഹു പരിഗണിക്കും. അള്ളാഹു കാത്തുമാറാവട്ടെ. മറ്റു സമയങ്ങളിൽ ചെയ്യുന്ന അതേ കാര്യം ഈ മാസങ്ങളിൽ തെറ്റായാൽ, തെറ്റ് മറ്റു സമയങ്ങളിൽ ചെയ്യുന്നത് ഈ മാസം ചെയ്താൽ അത് വലിയ തെറ്റായി അള്ളാഹു പരിഗണിക്കും. ഏതു സമയത്താണെങ്കിലും ളുൽമ ചെയ്യുക എന്നുള്ളത് വലിയ അപരാധം തന്നെയാണ്. എന്നാൽ ഈ മാസങ്ങളിൽ അത് വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന പലതിനെയും അവൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പ്രത്യേകം നൽകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ ഇസ്തഫാ സഫായ മിൻ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ പലതിനെയും പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഇസ്തഫാ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസി റുസുല. മലക്കുകളിൽ പ്രത്യേകതയുള്ള ദൂതന്മാരുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ. അതുപോലെ മനുഷ്യരിൽ അല്ലാഹു പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് പ്രത്യേകമാക്കിയതുപോലെ വസ്തഫാ മിനൽ കലാമി ദിക്റഹു. മനുഷ്യൻ സംസാരിക്കുന്ന സംസാരങ്ങളിൽ അല്ലാഹുവിന് ദിക്ർ ചെയ്യുന്നത് പോലെ അതിനെ പ്രത്യേകമാക്കിയതുപോലെ വസ്തഫാ മിനൽ അർളി അൽ മസാജിദ്. ഭൂമിയിൽ പള്ളികൾ അല്ലാഹു പ്രത്യേകമാക്കിയതുപോലെ വസ്തഫാ മിനശ് ശുഹൂരി റമളാൻ. മാസങ്ങളിൽ റമളാനിനെ പ്രത്യേകമാക്കിയതുപോലെ വൽ അശ്ഹുറുൽ ഹുറും. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെ പ്രത്യേകത നൽകിയതുപോലെ വസ്തഫാ മിനൽ അയ്യാമി യൗമുൽ ജുമുഅ. ദിവസങ്ങളിൽ ജുമുഅയെ പ്രത്യേകമാക്കിയതുപോലെ വസ്തഫാ മിനൽ ലയാലി ലൈലത്തുൽ ഖദർ. രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രത്യേകതമാക്കിയതുപോലെ ഇങ്ങനെ ധാരാളം അല്ലാഹു സമയങ്ങൾക്ക്, വ്യക്തികൾക്ക്, കാലങ്ങൾക്ക്, മാസങ്ങൾക്ക് ഒക്കെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅള്ളിമു മാ അള്ളമല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു എന്തിനെയാണോ ആദരിച്ചത് അതിനെ നിങ്ങളും ആദരിക്കണം. ഫഇന്നമാ തുഅല്ലമുൽ ഉമൂറു ബിമാ അള്ളമല്ലാഹ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക എന്ന സ്വഭാവം ബിഹി ഇൻദ അഹ്ലിൽ ഫഹം വഅഹ്ലിൽ ഇൽം. ബുദ്ധി വിവേകമുള്ള അറിവുള്ള മനുഷ്യർ അവരൊക്കെ അത് ചെയ്യും. അല്ലാഹു ആദരിച്ചതിനെ അവർ ആദരിക്കും, ബഹുമാനിച്ചതിനെ അവർ ബഹുമാനിക്കും. മഹാനായ ഇമാം ത്വബരി റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ പറഞ്ഞു, ഈ മാസങ്ങളിൽ എന്തു ചെയ്യണം? ഫലാ തുദ്ലിമു ഫീഹിന്ന അൻഫുസിഹി ഫീ കുല്ലിഹിന്ന. ഈ എല്ലാ ഇങ്ങനെയുള്ള മാസങ്ങളിൽ എണ്ണി പറഞ്ഞ മാസങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. സുമ്മ ഇഖ്തസ്സ മിൻ ദാലിക 4 അശ്ഹുർ ഫജഅലഹുന്ന ഹറാമൻ വഅല്ലമ ഹുറുമാതിഹിന്ന വജഅല ദംബ ഫീഹിന്ന അഅലം. അതുകൊണ്ട് ഈ മാസങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് വലിയ തെറ്റാണ്, വലിയ അപരാധമാണ്. വൽ അമലു സ്വാലിഹ് വൽ അജ്ർ അഅലം. നേരെ ഓപ്പോസിറ്റ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ ആരെങ്കിലും സാധാരണഗതിയിൽ ചെയ്യുന്ന നന്മകൾ ചെയ്താലും അതിന് വലിയ പുണ്യവും അള്ളാഹുവിന്റെ അരികിൽ ലഭിക്കുന്നതാണ്. മുഹറം മാസം പവിത്രമാക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിൽ നന്മ ചെയ്താൽ മറ്റു മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടും. ഈ മാസത്തിൽ തെറ്റുകൾ വന്നുപോയാൽ, തെറ്റു ചെയ്താൽ മറ്റു സമയങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പാപമായി അത് പരിഗണിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുമാറാവട്ടെ. എന്നാൽ ഈ പവിത്രമായ മാസം, ഈ മാസത്തിന്റെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് വേണ്ടി ഒരുക്കം കുറിച്ചത്, സ്വഹാബികൾ ഹിജ്റ പുറപ്പെട്ടത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റ വർഷത്തെ എവിടം തുടങ്ങണമെന്ന് സ്വഹാബത്തിന്റെ കാലത്ത് കലണ്ടറുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ മുഹറം അവർ എടുക്കാൻ അത് തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ മാസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസം. തുടരെ അത് വിശദമായി ബാക്കി സൂചിപ്പിക്കാൻ സാധിക്കും. ഏതായിരുന്നാൽ ഇങ്ങനെയൊക്കെ പവിത്രതയും പ്രത്യേകതയും മുസ്ലിം സമൂഹം ആദരിക്കുകയും ചെയ്യേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞ ഈ മാസം മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും വിചാരിക്കുന്നത് ഇതൊരു മോശപ്പെട്ട മാസമാണെന്ന്. അള്ളാഹു എല്ലാവർക്കും ഹുദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് ഗൗരവമാണ്! നിങ്ങൾ നോക്ക്, മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാർ തുടങ്ങി പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഈ മാസം മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ
നെഹ്സ് കൽപ്പിക്കുന്ന ആളുകളുണ്ട്. നെഹ്സ് എന്ന് പറഞ്ഞാൽ രാശി നോക്കുക, ശകുനം നോക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാശി, ശകുനം, കണക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇല്ലേ ഇല്ല, ഒരു വിഷയത്തിലുമില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളായ മനുഷ്യർ വെച്ചു പുലർത്തിയിരുന്ന വിശ്വാസമാണിത്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദതുഹു അത്വീറ. നഹ്സ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു കാര്യത്തെ തടഞ്ഞു വെച്ചാൽ, ഉദാഹരണം വിവാഹം അത് നിശ്ചയിക്കുമ്പോൾ മുഹറം 1 മുതൽ 10 വരെ, ഇവിടെ അല്ല അങ്ങനെ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. യാത്ര, വീട് താമസം, വീടിന്റെ പണി തുടങ്ങൽ, ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കാനോ തുടക്കം കുറിക്കാനോ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട്, വിശ്വാസം പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നുവെങ്കിൽ അതിനാണ് നഹ്സ് എന്ന് പറയാം. ഇന്ന കാരണങ്ങൾ, യാത്ര ഇന്ന കാരണങ്ങൾ അതിന് ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യർ, ഇന്ന സമയത്ത് അത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും മൻ റദ്ദത്തുഹു ത്വയ്റത്തു മിൻ ഹാജതിഹി, തന്റെ ഒരു ആവശ്യത്തിൽ നിന്ന് ഇങ്ങനൊരു വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ അത് തടഞ്ഞാൽ, അത് മാറി നിന്നാൽ ഫഖദ് അശ്റക, വളരെ കൃത്യം, അവൻ ശിർക്ക് ചെയ്തു, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖാലു, ഇത് കേൾക്കുമ്പോൾ സഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക്, അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ തോന്നിപ്പോയി, ഞങ്ങൾ എന്താ പറയേണ്ടത് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? കാരണം അവർ ജീവിച്ച സാഹചര്യം, ചുറ്റുപാട് എങ്ങനെയായിരുന്നു, വളർന്നു വന്ന സമൂഹം എങ്ങനെയായിരുന്നു. അതുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുക, നബി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയഖൂലു അഹദുഹും, നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറക്, അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്, ഒരു ഖൈറും നിന്നിൽ നിന്നല്ലാതെ ഇല്ല. എന്തു ഖൈർ കിട്ടിയാൽ, എന്ത് നന്മ കിട്ടുന്നുവെങ്കിൽ അത് നിന്നിൽ നിന്ന് മാത്രമാണ്. വലാ ഖൈറ ഇല്ലാ ത്വയ്റുക് വലാ ഇലാഹ ഗൈറുക്, എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ അത് നീ നൽകുന്ന തടസ്സം മാത്രമാണ്, നീയല്ലാതെ ആരാധനക്കർഹനായി വേറെ ഒരാളുമില്ല. മറ്റൊരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വീറത്തു ശിർക്കുൻ, 3 പ്രാവശ്യം ആവർത്തിച്ചു. ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കൻ, അല്ലേ? പൂച്ച വട്ടം ചാടികൾ യാത്ര മുടക്കുന്ന മനുഷ്യരുണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ. രാവിലെ പിറകിൽ നിന്ന് വിളിച്ചാൽ ഇനി ശരിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് മുസ്ലിം ഉമ്മത്തിനിടയിൽ. രാവിലെ കടയിൽ ചെന്ന് കടം പറയാൻ പറ്റില്ല, അഥവാ പറഞ്ഞാൽ ഇന്ന് ആ കടക്കാരന്, ആ കടയിലുള്ള മനുഷ്യൻ മുഴുവൻ കടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ത് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത് എന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മുസ്ലിം ഉമ്മത്തിലെ ഓരോ മനുഷ്യരും അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. അല്ലാഹുവിൽ ബലമേൽപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുകയാണ് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഈ പവിത്രമായ ഒരു മാസത്തെ ഇങ്ങനെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും പറയാതെ സ്വന്തമായി ഇഷ്ടപ്രകാരം കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? യാദൃച്ഛികമായി, സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യം. ഈ ആയത്തിന്റെ തൊട്ടടുത്ത വചനം, സൂറത്ത് തൗബയിലെ 37-ാമത്തെ വചനത്തിൽ മറ്റൊരു വിഷയം പറയുന്നു. പക്ഷെ ആ വിഷയം നോക്ക്, എന്തറിയും? ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുദില്ലു ബിഹി അല്ലദീന കഫറൂ യുഹല്ലുനഹു ആമൻ വയുഹർരിമുനഹു ആമൻ ലിവാതിഉ ഇദ്ദത മാ ഹറമല്ലാഹ് വയുഹില്ലു മാ ഹറമല്ലാഹ് സുയ്യിന ലഹുമുസ് സൂഅ അഅമാലുഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. വിഷയം എന്തറിയും? ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, അത് അല്ലാഹു വിലക്കിയതാണ്. ജാഹിലിയത്തിൽ അറബികൾ പല കാര്യങ്ങൾക്കും, അറബ് സമൂഹത്തിന്റെ പ്രത്യേകതയായിരുന്നു, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് യുദ്ധം, പരസ്പരമുള്ള കലഹങ്ങൾ അവർ പതിവായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും? ഇവർ ചില ആളുകൾ അവർക്ക് യോജിച്ചു വരുന്ന, എല്ലാം കൊണ്ടും റെഡിയായി വരുന്ന ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ മാസമെങ്കിൽ അവരെന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം ഈ വർഷം ഈ മാസത്തെ പവിത്രമായി കണക്കാക്കേണ്ടതില്ല, വേറൊരു മാസമാക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ആവശ്യത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും. അടുത്ത വർഷം വീണ്ടും അവർ തിരിച്ചിങ്ങോട്ടും അങ്ങോട്ട് തന്നെ ആക്കും. ഇതിനാ നസീ എന്ന് പറയാം. ഖുർആൻ പറയാണ്,
ഇങ്ങനെയുള്ള ഈ കാര്യം അവരുടെ കുഫർ അവരിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആയത്ത് നോക്കൂ, യുദില്ലു ബിഹി അല്ലദീന കഫറു യുഹില്ലൂനഹു ആമൻ വയുഹർരിമൂനഹു. അവരെന്ത് ചെയ്യും? അവർക്ക് ചില വർഷത്തിൽ അവർ ഇത് ഹലാലാക്കും, ചില വർഷത്തിൽ അവർ അതിനെ ഹറാമാക്കും. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനനുസരിച്ച് അള്ളാഹു ഹറാമാക്കിയത് അവർ ഹലാലാക്കുന്നു, നേരെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഥാർത്ഥത്തിൽ ഈ അവരുടെ പ്രവർത്തനം അവർക്ക് അലങ്കാരമായി തോന്നിച്ചിരിക്കുകയാണ്. ഈ മാസം പവിത്രമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാം. നന്മ ചെയ്താൽ കൂടുതൽ ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള മാസം. ആ സമയത്ത് ആളുകൾ പറയുന്നത് ഈ മാസത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, മുഹൂർത്തം നോക്കലോ സമയം നിശ്ചയിക്കലോ ഇങ്ങനെയുള്ള ഒരു കാര്യം ഇസ്ലാമിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ, നന്മ ചെയ്യാൻ, അമല് ചെയ്യാൻ ഖൈറുള്ള ദിവസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പൊ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞു, പ്രഭാതത്തിൽ യാത്ര ചെയ്യാൻ. ജോലിയെ സംബന്ധിച്ച് പറഞ്ഞു, വ്യാഴാഴ്ച യാത്ര ചെയ്യുന്നതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സമയങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു സമയം അത് മോശമാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ്, അത് നഹ്സാണ് എന്ന ഒരു അവസ്ഥ ഇസ്ലാമിൽ ഇല്ലെന്ന് മാത്രമല്ല, ആ വിശ്വാസത്തോടു കൂടി അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അള്ളാഹു എല്ലാവർക്കും ഹുദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും മുസ്ലിം സമൂഹത്തിലേക്ക് ഇത് വരാനൊരു കാരണമുണ്ട്. അതറിയോ? അതെവിടുന്നാ വന്നത്? ഹിജറ 61 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, പേരമകൻ, പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അത് വിശദമായി സംസാരിക്കേണ്ട വിഷയം. പലപ്പോഴും സ്വഹാബാക്കളെ കുറിച്ചും പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ലോകത്ത് ഷിയാക്കളും ഷിയ അനുബന്ധ ആളുകളും കെട്ടിയുണ്ടാക്കിയ ചരിത്രങ്ങളാണ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി മറ്റു സന്ദർഭങ്ങളിൽ വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നതൊരു ചരിത്രമാണ്. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നത് ചരിത്രമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയെടുത്ത് തലയിൽ വാള് വെച്ച് മുസ്ലിം നാമധാരികളായ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. കർബലയിൽ അതൊരു മുഹറത്തിലാണ് നടന്നത്. മുഹറം 10 നടന്നതെന്ന് പറയപ്പെടുന്നു. അതിന്റെ പേരിൽ ഷിയാക്കൾ ആ ദിവസം ഒരു മോശമായി കരിദിനമായി ആചരിക്കുകയും ഇന്നും ഷിയാ സമൂഹം മുഹറം 10 അവരുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ TV തുറന്ന മുഹറം 10 കാണാം. ലോകത്തുള്ള ഇറാനിൽ കാണാം, ഇറാഖിൽ കാണാം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ബോംബെ പോലെയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഷിയാക്കൾ കാണാം. അതിൽ നിന്ന് മെല്ലെ മെല്ലെ കയറി വന്നത് നമ്മുടെ നാട്ടിലെ കുത്തറാത്തീവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഏതായിരുന്നാലും അതാണെങ്കിൽ പോലും അത് വന്നത് ഹിജറ 61 വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് വർഷങ്ങൾ, ഒരു 50 വർഷം കഴിഞ്ഞിട്ട് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹം ഒരു വിശ്വാസമായി കൊണ്ടു നടക്കാൻ പാടുള്ളതല്ല. അല്ലാഹു അലം. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آله وأصحابه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരം രാത്രി നമസ്കാരമാണ്. ഇവിടെ 2 കാര്യം. ഒന്ന്, മുഹറം മാസത്തിൽ പ്രത്യേകമായി ആശുറ ദിനത്തിലും താസുആയിലും നോമ്പുണ്ട് എന്ന് പറഞ്ഞാൽ മുഹറം 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ അവസാന വർഷം, മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷം പ്രവാചകൻ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിക്കുന്നുവെങ്കിൽ 9 ഞാൻ നോമ്പെടുക്കും. നമ്മൾ ആശൂറ താസുആ എന്ന് പറയുന്ന മുഹറം 10, 9 അല്ലെങ്കിൽ 9, 10 ദിവസങ്ങളിൽ നോമ്പ്.
ആ നോമ്പ് വലിയ പുണ്യമുള്ള നോമ്പാണ്. മറ്റൊന്ന്, ഈ ഹദീസിൽ അള്ളാഹു പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അള്ളാഹുവിന്റെ മാസമായ മുഹറം. എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റെതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ചിലത് അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറയും. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഈ ഒരു വാചകത്തെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അറിയോ? ഇപ്പൊ ബൈത്തുല്ലാഹ് എന്താണ്? എല്ലാ ബൈത്തും അള്ളാഹുവിൻ്റെതാണ്. പക്ഷെ പള്ളികളെ കുറിച്ച് അള്ളാഹു എന്ന് പറയും ബൈത്തുല്ലാഹ്, അല്ലേ? ഒട്ടകങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. പക്ഷേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു നാഖത്തുല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഒട്ടകം. അതിനാ ഒട്ടകത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതുപോലെ പലതും ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞിട്ടുള്ള ഒരു മാസമാണ് മുഹറം. പ്രത്യേകത ഉണ്ടെന്നാണ്. അതിലെ 10-ാം ദിവസം നോമ്പെടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീമൽ മദീന ഫവജദൽ യഹൂദ സുയാമൻ യൗമ ആശുറ. മദീനയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ അവിടെ യഹൂദികൾ മുഹറം 10 നോമ്പെടുക്കുന്നത് പ്രവാചകൻ കണ്ടു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗം അല്ലദീ തസൂമൂനഹു, എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പെടുക്കാൻ കാരണം? ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇന്നൊരു മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു വഅറഖ ഫിർഔന വഖൗമഹു ഫസ്വാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസൂമുഹു. ഈ ദിവസത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും ഫറോവയെയും അവന്റെ കൂടെയുള്ളവരെയും മുക്കിക്കൊല്ലുകയും ചെയ്തത്. അതിന് ശുക്ർ എന്ന നിലക്ക് മൂസ പ്രവാചകൻ നോമ്പെടുക്കാറുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിന് കിട്ടേണ്ട വേറെ കാര്യം കൂടിയുണ്ട്. കിട്ടുന്നൊരു കാര്യം എന്താ? നമുക്ക് അല്ലാഹു പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം, ഒരു പ്രയാസത്തിന് രക്ഷ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമുക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാം. മതത്തിൽ സ്ഥിരപ്പെട്ട നോമ്പ് ഇബാദത്താണ്. സുന്നത്ത് നമസ്കാരങ്ങൾ അത് വർദ്ധിപ്പിക്കണം. അത് ശുക്ർ എന്ന നിലക്ക്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കും. യഹൂദികൾ പറയും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസ മിൻകും, അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് യോജിച്ചു വരുന്നവരും ചേർന്ന് നിൽക്കുന്നവരും ഞങ്ങളാണ്. അതുകൊണ്ട് ഫസ്വാമഹു റസൂലുള്ളാഹ്, അന്ന് മുതൽ ആ വർഷം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ മാസം ആശുറാന് നോമ്പെടുത്തു തുടങ്ങി. എന്നിട്ട് വഅമറ ബിസിയാമിഹി, ഞങ്ങളോട് നോമ്പ് കൽപ്പിക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതേപോലെ അടുത്ത വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത വർഷം പ്രവാചകന്റെ മരണത്തിന്റെ തൊട്ടുമുമ്പുള്ള വർഷം സ്വഹാബികൾ, ചില ആളുകൾ ചെന്ന് ചോദിക്കുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, നിങ്ങൾ ഞങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് ഈ ദിവസം. അന്ന് യഹൂദികൾ അതിനാദരിക്കുന്നു, അവർ ബഹുമാനിക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, ജൂതന്മാർ. നിങ്ങളും നമ്മളും അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഫൈദാ കാന ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംന അൽ യൗമു താസിഅ, നമ്മൾ താസിഅനും നോമ്പെടുക്കും. അതിന്റെ കാരണം യഹൂദികളോട്, മുശ്രിക്കുകളോട്, അഹ്ലു കിതാബുകാരോട് വിശ്വാസത്തിൽ, ആചാരത്തിൽ, അനുഷ്ഠാനത്തിൽ എതിരാവാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നത്. അത് ഖിബ്ല മാറ്റത്തിലും ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ഖാലിഫുൽ യഹൂദ് ഖാലിഫുൽ മുശ്രിക്കീൻ എത്രയോ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും അനാചാരങ്ങൾ കയറി വരുമ്പോൾ ഉണ്ടാവാറുള്ളത് മുസ്ലിം സമൂഹത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ആചാരങ്ങൾ ഒഴിവാകുകയും ചെയ്യും. മറ്റു സമൂഹങ്ങളോട് ചേർന്ന് നിൽക്കുന്നതോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മാസത്തിലും ഒരു വെള്ളിയാഴ്ച ഈ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു കലശം നടത്താറുണ്ട്. ഇടയ്ക്ക് നമ്മൾ മെമ്പറിൽ നിന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇതുപോലുള്ളൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണേ എന്ന് ഓർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ സത്യദീനിന്റെ എല്ലാ ഭാഗങ്ങളും സത്യസന്ധമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള എല്ലാവിധ
അറിവും ആഫിയത്തും തൗഫീഖും ഒക്കെ അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വാലിഹായ സൽക്രമങ്ങളായി നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തീർമാറാവട്ടെ. നമ്മിൽ മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത അനേകം സഹോദരങ്ങളുണ്ട്. എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ചെറിയൊരു കുട്ടി ബ്ലഡ് ക്യാൻസറായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. കുറച്ച് പ്രയാസത്തിലാണ്. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനേകം ആളുകൾ അവർക്ക് അള്ളാഹു ഏറ്റവും ഹൈറായത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.